ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളി ഉണക്കമീൻ ചെമ്മീൻ കൊണ്ട് ഒരു കാര്യം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, അതിൻ്റെ തലയും വാലയും നുള്ളി കളഞ്ഞത് കേട്ടോ, അതായത് വേസ്റ്റ് ഭാഗം കളഞ്ഞിട്ട് ആ ഫ്രഷ് ഭാഗം ഒന്ന് നന്നായിട്ട് സിമ്മിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിമുരുന്നനാവണം. പിന്നെ അതിൽ നിന്ന് ആ പാനിലേക്ക് നിന്ന് മാറ്റാം ഉണക്ക ചെമ്മീൻ. പിന്നെ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി മാത്രം കേട്ടോ, അത് കുറച്ചെടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളിൽ ഫ്രൈ ആവില്ല. അത് കാരണമാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച്, അല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിന് ആവശ്യമായിട്ട് ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവറാണല്ലോ. അപ്പം ഞാൻ പറയുന്നില്ല, ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറയുന്നില്ല. ചതച്ച മുളക് ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇനി മിക്സാക്കാണ് ചെയ്യണത് കേട്ടോ. ഇതെൻ്റെ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ തയ്യാറാക്കിയതാട്ടോ. ഇത് കുറച്ച് നാൾ ഇരിക്കും. അത് കുപ്പിയിൽ തന്നെ എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ 1-2 ആഴ്ചകളൊക്കെ പുറത്തിരിക്കും. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് മതി കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറ് മാത്രം നമുക്കിപ്പോൾ കറി കുട്ടികൾക്ക് ശരിയായില്ലെങ്കിൽ ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണും ചെയ്യാം.